ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വൈജയുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവുമില്ല. ഓരോ ദിവസം കഴിയുന്തോറും വീണ്ടും അലീനയോട് പക പോക്കാൻ തന്നെ അവളുടെ തീരുമാനം. അങ്ങനെ അസുഖമല്ല ഭേദമായി വൈജ വീണ്ടും തന്നെ കമലയെയും അരിയെയും ഒക്കെ കൂട്ടിക്കൊണ്ട് തന്നെ നേരെ യുദ്ധം പ്രഖ്യാപിക്കുക. എന്നാൽ അവളോട് എല്ലാം കൊണ്ട് അടങ്ങി നിൽക്കാം ശിവനും എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ തന്നെ അവൾക്ക് അതിനൊന്നും ഒട്ടും താല്പര്യമില്ല. രാജീവനും ശിവനും എല്ലാം എന്തുകൊണ്ടാ ഇങ്ങനൊരു മനമാറ്റമെന്ന് മനസ്സിലാവാതെ ആരും വേണ്ട, തനിക്ക് ഞാൻ ഒറ്റയ്ക്ക് മതി, ആ വീട്ടിൽ ബാലചന്ദ്രനെ അവളെ വെച്ചു പുറപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയാൾക്ക് ആ വിധത്തിലൊരു കുഞ്ഞുണ്ടായി, അതിനെ ക്ഷമിച്ചു, പക്ഷേ അവൾ അവിടെ തന്നെ പാർപ്പിക്കാൻ എന്നെക്കൊണ്ടാവില്ല. അങ്ങനെ ബാലചന്ദ്രന് നേരെ യുദ്ധം ചെയ്യാണ്. ഒടുവിൽ ബാലചന്ദ്രന് സഹിക്കേടാണ്. ഇനി ഒരിക്കലും സ്വന്തം അമ്മയിൽ നിന്ന് ഇങ്ങനെ പീഡനം ഏറ്റുവാങ്ങാൻ അലീനയ്ക്ക് കഴിയില്ല. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളെ എവിടെയാണോ ഏൽപ്പിക്കേണ്ടതെന്ന് ബാലചന്ദ്രൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിലും അലീനയെ വിളിക്കുന്നുണ്ട്. മോളെ, നിനക്കിവിടെ ഒത്തുപോകാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. സ്വന്തം അമ്മയാണ് നിനക്ക് നേരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ഓരോ നിമിഷവും നിന്നെ ഒരുപാട് ഉപദ്രവിക്കും, മനസ്സിന് അത്രയും മുറിവേൽപ്പിക്കുന്നുണ്ട്. ഇനി ഈ അച്ഛൻ്റെ ഒരു തീരുമാനം പറയാം, നീ എതിരൊന്നും പറയരുത്. അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാനത് സമ്മതിക്കും. അച്ഛൻ്റെ മനസ്സമാധാനമാണ് എനിക്ക് ഏറ്റവും വലുത്, മറ്റൊന്നും എനിക്ക് വേണ്ട. അതെ, നീ എൻ്റെ മോളായി ജനിച്ചില്ലല്ലോ എന്ന് മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. എന്നാലും എൻ്റെ സ്വന്തം മോളെപ്പോലെ തന്നെയാണ് നീ എനിക്ക്. മോളെപ്പോലെ എന്നല്ല, സ്വന്തം എൻ്റെ മോള് തന്നെയാണ്. അതെ അച്ഛ, അച്ഛനെയാണ് ഞാൻ ആദ്യമായിട്ട് അച്ഛ എന്ന് വിളിച്ചത്. ആർക്ക് ജനിച്ചെന്നോ അതിലല്ല കാര്യം, എങ്ങനെ എന്നെ അച്ഛനായി എന്നതിലാണ് എനിക്ക് ഈ അച്ഛൻ മതി. ഈ അച്ഛൻ്റെ മുകളിൽ മറ്റൊരാൾ എനിക്ക് വേണ്ട എന്ന് അലീന പറഞ്ഞ് ചേർത്ത് പിടിച്ച് കരയുന്നുണ്ട്. അതിനുശേഷം മോളെ, അച്ഛനൊരു യാത്ര പോവാണ്. എവിടേക്കാണെന്നോ എന്തെന്നും നീ ഇപ്പം ചോദിക്കരുത്. 2 ദിവസത്തിനുള്ളിൽ ഞാൻ തിരികെ വരും. അതിനിടയിൽ ഞാൻ എന്തെങ്കിലും അത്യാവശ്യം വരാണെങ്കിൽ നിന്നെ വിളിക്കും. ഞാൻ എവിടെ പോയെന്നോ എന്തിനു പോയെന്നോ ഇപ്പം നിന്നോട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ബാലചന്ദ്രൻ മടങ്ങി വരുമ്പോൾ നിനക്ക് വലിയൊരു സർപ്രൈസ് ആയിട്ടായിരിക്കും ഞാൻ വരാം. അച്ഛ, എന്നാലും എവിടെയാണ് പോകുന്നത്? എന്നെയും കൂടെ കൊണ്ടുപോവോ? അച്ഛന് വയ്യാതിരിക്കല്ലേ? അതിനൊന്നും ആവശ്യമില്ലെന്നേ. നിന്നെ ഞാൻ കൂടെ കൂട്ടും. അത് ഇപ്പോഴല്ല, ഞാൻ ഒന്ന് പോയി വരട്ടെ. ബാലചന്ദ്രൻ മനുവിനോട് സംസാരിക്കുന്നുണ്ട്. എടാ മനുവേ, എനിക്കൊരിടം വരെ പോകണം, നിന്റെ സഹായം വേണം. 2 ദിവസം നീ ലീവ് എടുത്ത് എൻ്റെ കൂടെ വരണം. എവിടേക്കാങ്കിളെ? അതൊക്കെ ഞാൻ പറയാം, നിനക്ക് പറ്റുമോ ഇല്ലയോ? അങ്കിൾ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ദേ, ഞാൻ അതാ എത്തിക്കഴിഞ്ഞു. ദേ, ഇപ്പോൾ വേണ്ട, വൈകുന്നേരം ആകുമ്പോഴേക്കും വന്നാൽ മതി. അപ്പോൾ നമുക്കൊരിടത്തേക്ക് പോകണം. അങ്ങനെ മനുവിനെയും കൂട്ടി ബാലചന്ദ്രൻ നേരെ പോകുന്നത് ഗംഗാധര മേനോനിൽ നിന്നറിയുന്ന അഡ്രസ്സുമായിട്ടാണ്. ലാളിച്ചൻ എന്ന സ്റ്റാലിൻ്റെ അടുത്തേക്ക്. അയാൾ വലിയ നിലയിലാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അനാഥയായി ഒരു പെൺകുട്ടി 22 വർഷം അനാഥാലയത്തിൽ ജീവിച്ചു. ഇത്രയേറെ സ്വത്തുള്ള ഒരച്ഛൻ്റെ മകളായിട്ട്, അമ്മയുടെ മകളായിട്ട് അവളൊരു അനാഥയായി. ഇനിയത് പറ്റില്ല എന്ന് മനുവിനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ആ കമ്പനിയും പരിസരവും കണ്ട് അവർ പോലും അന്താളിച്ചു പോകണം. അത്രയും നിലയിൽ നടക്കുന്ന വലിയൊരു ബിസിനസ്സുകാരൻ തന്നെയാണ് ലാലിച്ചൻ. അങ്ങനെ ലാലിച്ചനെ കാണാൻ ആദ്യമൊന്നും സെക്യൂരിറ്റി സമ്മതിക്കുന്നില്ല. അപ്പോയിൻമെൻറ്റ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കേണ്ട. അങ്ങനെ വീണ്ടും അവർ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യിക്കുന്നുണ്ട്. ആ സമയത്ത് ദേഷ്യം വന്ന് ബാലചന്ദ്രൻ സെക്യൂരിറ്റിക്കാരനോട് പറയുന്നുണ്ട്, കാണാൻ വന്നത് വൈജിയുടെ ഭർത്താവാണെന്ന് പറ, അപ്പോൾ അയാൾക്ക് എന്നെ കാണണമെന്ന് തോന്നും. അങ്ങനെ ഒടുവിൽ നിവൃത്തിയില്ലാതെ ഈ സെക്യൂരിറ്റിക്കാരൻ വന്ന് ലാലിച്ചനോട് പറയുന്നത്, കാണാൻ വന്നത് ഒരു വൈജയന്തിയുടെ ഭർത്താവാണെന്നാണ് പറഞ്ഞത്. അത്രയ്ക്കും അത്യാവശ്യമായിട്ടെന്നാ വൈജയന്തി എന്ന് കേട്ടതും ലാലിച്ചൻ ഇരുന്ന കസേരയിൽ നിന്ന് എണീക്കുന്നുണ്ട്. ആര്? വൈജിയുടെ ഭർത്താവോ? അതെ. ആ സമയത്ത് വരാൻ പറയൂ എന്ന് പറയാണ്. അങ്ങനെ ലാലിച്ചനെ കണ്ട ബാലചന്ദ്രനും ലാലിച്ചനും മുഖാമുഖം നോക്കുന്നുണ്ട്. ഇയാളുടെ ഉച്ഛിഷ്ടമാണല്ലോ തൻ്റെ ഭാര്യ, തൻ്റെ 3 മക്കളെ പ്രസവിച്ചവൾ എന്ന് ഓർക്കുമ്പോൾ സ്വന്തം നാണക്കേടും അവജ്ഞയും തോന്നാണ്. മിസ്റ്റർ ലാലിച്ചനെ കാണാൻ ഒരുപാട് പെടണല്ലോ. ആരാ നിങ്ങൾ? എന്തു വേണം? അതെ, പറഞ്ഞാൽ അറിയാം, വൈജയന്തിയെ അറിയാലോ. അവരുടെ നിർഭാഗ്യവശാനായിട്ടുള്ള ഭർത്താവാണ് ഞാനെന്ന് പറയാണ്. ആ സമയം മനുവും പരിചയപ്പെടുത്തുന്നുണ്ട്. വൈജയന്തിയുടെ ബ്രദറിൻ്റെ മകനാണെന്ന കാര്യം എനിക്ക് മനസ്സിലായി. ഇപ്പം ഇങ്ങോട്ട് വരാനുള്ള കാരണം നിങ്ങൾക്ക് എങ്ങനെ എന്നെ അറിയാം? ഒടുവിൽ അധികം നാടകമൊന്നും കളിക്കേണ്ട. നിങ്ങളുടെ
എൻ്റെ ഭാര്യ എന്നവൾ നിങ്ങളും അവളും ഒരുമിച്ച് താമസിച്ചു ഒരുപാട് വർഷങ്ങൾ. എന്നിട്ട് അതിലൊരു കുഞ്ഞു ജനിച്ചു. എന്നിട്ടൊന്നും ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്നോ, ആ കുഞ്ഞെവിടെ എന്ന് ചോദിക്കാനോ അറിയാനുള്ള ഒരു മനസ്സ് പോലും തനിക്കില്ലല്ലോടോ. ഒരു പാവം പെണ്ണിനെ ചതിച്ചപ്പോൾ എന്നിട്ട് ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. ഏയ് മിസ്റ്റർ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. നിങ്ങൾ അറിഞ്ഞോ, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. നിങ്ങൾക്ക് തോന്നല്ലേ വൈജ എന്ന 22കാരിയെ നിങ്ങൾ ഗർഭിണിയാക്കി. അവൾ പ്രസവിക്കുന്ന സമയമായപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. എന്നിട്ട് നിങ്ങൾ മറ്റെന്തെങ്കിലും അന്വേഷിച്ചോ? അതൊക്കെ കേട്ട് ലാലിച്ചനാകെ വരണ്ട് നിൽക്കാട്ടോ. ചോദിക്കുന്നത് വൈജയുടെ ഭർത്താവാണ്. തൻ്റെ നാവിൽ നിന്ന് എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പിന്നെ വൈജയോട് പൊറുക്കോ? എല്ലാം എന്നെ തനിക്കറിയാമെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഒടുവിൽ അലീനയുടെ കാര്യവും പറയാണ്. അങ്ങനെ അലീനയെ നിവൃത്തിയില്ലാതെ തനിക്ക് ഏറ്റെടുക്കാൻ തൻ്റെ മകളെ കാണണമെന്നും ലാലിച്ചൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുകൊണ്ടാണ് ബാലചന്ദ്രനും മനുവും അവിടുന്ന് വരുന്നത്. ലാലിച്ചനുമായിട്ട് സംസാരിച്ചിട്ട് എല്ലാം റെഡിയാക്കി ഓക്കെ ആയിട്ടാട്ടോ വരുന്നത്. അവർ രണ്ടുപേരുള്ള ആ ഒരു സംസാരമൊക്കെ ഒത്തിരി ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ തൻ്റെ മകളെ ഏറ്റെടുക്കാൻ, തൻ്റെ മകളെ ഒരു നോക്ക് കാണാൻ ലാലിച്ചൻ്റെ ഹൃദയം തുടിക്കുന്നുണ്ട്. എന്നാൽ അയാളുടെ മനസ്സിൽ ആ മുഖത്തെ ഗൗരവഭാവം ഒട്ടും തന്നെ വിടുന്നില്ല. അങ്ങനെ അലീനയെ അവിടെ ലാലിച്ചൻ്റെ വീട്ടിലേക്ക് മാറ്റുന്നുണ്ട്. ലാലിച്ചൻ തന്നെ മറ്റാരോടും തൻ്റെ മകളാണെന്ന കാര്യം പറയാതെ ഒരു ഹോം നേഴ്സിൻ്റെ വേഷം കൊണ്ട് തന്നെയാണ് വീട്ടിലേക്ക് പോകുന്നത്. അതും മാനസിക രോഗിയായ തൻ്റെ പെങ്ങളായ ഷെറിനെ നോക്കാനായിട്ടാട്ടോ കൊണ്ടുപോകുന്നത്. അങ്ങനെ ലാലിച്ച് ആ സമയത്തൊക്കെ അലീന അവിടെ അലീനയുടെ അച്ഛൻ്റെ കുടുംബത്തിൽ കഴിയട്ടെ. പിന്നെ അച്ഛൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു സ്റ്റോറിയെ കാണുന്നത് അലീന പോയതോടുകൂടെ ബാലചന്ദ്രന് തൻ്റെ ഊന്നുവടി നഷ്ടപ്പെട്ടവനെ പോലെയാട്ടോ. ഊണില്ല, ഉറക്കമില്ല, എപ്പോഴും വല്ലാതെ നിരാശ ഒരവസ്ഥ. ആ സമയം ബാലചന്ദ്രൻ അരികിൽ വന്ന് കൃഷ്ണമോൾ പറയും, അച്ഛന് മറ്റും 3 മക്കളുണ്ട്. ഒരു മോളെക്കുറിച്ച് ഓർത്തിരുന്ന് ഇങ്ങനെ വിഷമിക്കല്ലേ. ആര് പറഞ്ഞു ആ മോളെക്കുറിച്ച് ഓർത്തിട്ടാണെന്ന കാര്യം? എനിക്കറിയാം. അലീന ചേച്ചി പോതിൽ പിന്നെ അച്ഛന് ആ പഴയ പ്രസരിപ്പ് ഒന്നുമില്ല. ഇല്ലടി മോളെ, നിനക്ക് തോന്നുന്നതാണ്. എന്താ നിങ്ങളുടെ ദത്തുപുത്രി പോയിട്ടാണോ നിങ്ങൾക്ക് ഇത്ര വിഷമം? നാണമില്ല മനുഷ്യ. നിങ്ങളുടെ സ്വന്തം ചോരയിൽ പിറന്നവരല്ലേ ഇവരൊക്കെ? അതെ, അലീന എൻ്റെ സ്വന്തം ചോരയിൽ പിറന്നതാണ്. അല്ലെന്ന് നിനക്കറിയോ? ഇനിയിപ്പോൾ എങ്ങനെ ആയാലും എനിക്ക് വേണ്ടില്ല. അവളിവിടുന്ന് പോയല്ലോ, അത് മതി. അങ്ങനെ അന്ന് രാത്രി കിടന്ന ബാലചന്ദ്രന് നെഞ്ചുവേദന എടുക്കുന്നപ്പോഴും വല്ലാത്ത ഒരവസ്ഥ, അസ്വസ്ഥത തോന്നാട്ടോ. ബാലചന്ദ്രനാണെങ്കിലോ നെഞ്ചു തടവി കോളിമ്പൽ അമർത്തുമ്പോൾ കൃഷ്ണമോൾ ഓടി മുകളിലേക്ക് വരുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കാം. അങ്ങനെ ബാലചന്ദ്രൻ്റെ പരവേശത കാണുമ്പോൾ കൃഷ്ണമോൾ ഓടി താഴേക്ക് തന്നെ വരുന്ന അമ്മയും എല്ലാവരെയും വിളിച്ചുണർത്താണ്. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് വരുത്തി ബാലചന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാട്ടോ. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിലോ 4ാമത്തെ അറ്റാക്കുമാണ്. ഇനിയൊരു ആൾക്ക് രക്ഷയില്ലെന്ന് ഡോക്ടർമാർ തീർത്ത് പറയുന്നുണ്ട്. ആ സമയമായപ്പോഴേക്കും ഒരുപാട് എപ്പിസോഡുകൾ കടന്നു പോയിട്ടുണ്ടാവും. വൈജി ഒത്തിട്ടുള്ള നല്ലൊരു ജീവിതവും വൈജയോട് ക്ഷമിക്കാനും തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ബാലചന്ദ്രൻ നിൽക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ ഒരു വിധത്തിൽ തന്നെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ അരികിൽ വൈജി ഉണ്ട്. വൈജിയോട് എനിക്ക് സംസാരിക്കണമെന്ന് അയാൾ പറയാണ്. അതുകൊണ്ട് തന്നെ റൂമിൽ മറ്റാരുമില്ല. വൈജ തന്നെ അയാൾക്ക് അരികിലേക്ക് നിൽക്കുക. വൈജി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ സമയം വൈജിയോട് അയാൾ ചോദിക്കുന്നത്, നിനക്ക് എന്നോട് വെറുപ്പുണ്ടോ? ഞാനെന്തിനാ നിങ്ങളെ വെറുക്കുന്നത്? അല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നെന്നും എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നും എനിക്ക് അവിടെ ഒരു മകളുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ നീ എന്നെ വെറുത്തോ? അതെ, ചതിക്കാൻ ആർക്കും എളുപ്പമാണല്ലോ. എന്നാലും എൻ്റെ മുഖത്ത് നോക്കി പറ, നിനക്ക് എന്നോട് വെറുപ്പുണ്ടായിരുന്നോ? അത് ഏത് പെണ്ണിനാ ഇഷ്ടപ്പെടാ? ഭർത്താവിന് മറ്റൊരു ഒരു കുഞ്ഞുണ്ടെന്നറിഞ്ഞാൽ ഏത് പെണ്ണാ സഹിക്കുക? അതെ, ഇനി ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ ഒരാൾ എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. എൻ്റെ ചെറുപ്പം തൊട്ടേ എൻ്റെ മനസ്സിൽ ഒരേ ഒരു പെണ്ണേ ഉണ്ടായിട്ടുള്ളൂ. അത് നീയായിരുന്നു. അത് ഇന്ന് വരെ പരിശുദ്ധയായി അങ്ങനെയാണ്. പിന്നെ എന്തിനാ അങ്ങനെ ഒരു കഥ, കള്ളക്കഥ നിങ്ങൾ പടച്ചു വിട്ടത്? അലീനയെ നമ്മളെ വീട്ടിൽ സുരക്ഷിതമായിട്ട് നിൽക്കാൻ. അതിന് മാത്രം അവൾ ആരാ? അതാ എനിക്ക് അറിയേണ്ടത്. അവൾ പോയപ്പോൾ നിങ്ങൾ എത്രമാത്രം വേദനിച്ച് ഈ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യം എന്താണ്? അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. പക്ഷേ നീ ക്ഷമയോടെ കേൾക്കണം. ഇനി ഇതിനപ്പുറം എന്ത് കള്ളക്കഥയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കള്ളക്കഥയല്ല, യാഥാർത്ഥ്യമാണ്, സത്യമാണ്. എനിക്ക് നീ എന്ന് വെച്ചാൽ ജീവന. ഒരിക്കലും നിന്നെ ഞാൻ അകലാനോ വേർപിരിയാനോ ആഗ്രഹിച്ചിട്ടില്ല. അതിൻ്റെ ഒരേ ഒരു ഉത്തരമാണ് അലീന. എന്താ ഈ പറഞ്ഞു വരുന്നത്? അന്ന് വൈജി നീ ആഗ്രയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ പ്രസവിച്ച കാര്യം നീ മറന്നുപോയോ?
അവൾ മരിച്ചുപോയെന്ന് നിന്നെ എല്ലാവരും വിശ്വസിപ്പിച്ചു. പക്ഷേ അവൾ വിശ്വസിച്ചില്ല. പക്ഷേ ആ കുട്ടി മരിച്ചിട്ടില്ല. നിന്റെ ആങ്ങളമാരെല്ലാം അലീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ പിന്മാറിയതിന് കാരണം എന്തെന്നറിയാമോ? സ്വന്തം പെങ്ങളുടെ മകളാണ് അലീനയെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ട്. ഇത് കേട്ടതും വൈജയന്തിയാകെ നെട്ടിത്തെറിച്ച് നിൽക്കാട്ടോ. എന്തൊക്കെയാ ഈ പറയുന്നത്? നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? എനിക്കല്ല വൈജയ ഭ്രാന്ത്, നിന്റെ ആങ്ങളമാർക്കായിരുന്നു. നിന്റെ കുഞ്ഞിനെ അവർ മരിച്ചെന്ന് വിശ്വസിപ്പിച്ചു. അവതിനെ ഒരു ഓർഫനേജിലാക്കി. 22 വർഷം അവളൊരു ഓർഫനായി വളർന്നു. അമ്മയെയും കൂടപ്പിറപ്പുകളെയും കാണാനായിട്ട് അവൾ നമ്മുടെ വീട്ടിലെത്തി. അവളെ നീ ക്രൂരമായി മർദ്ദിച്ചു. ആ മകളാണ് അലീന. അവള് നിന്റെ മകളാണെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് ആദ്യമായി അറ്റാക്ക് ഉണ്ടായത്. നിന്നോടുള്ള എൻ്റെ പെരുമാറ്റം മാറിയത്, അവളെ ചേർത്ത് പിടിച്ചതും. ഏറ്റവും കൂടുതൽ ഞാൻ നിന്റെ മകളെയല്ലേ വെറുക്കേണ്ടത്? എന്നാൽ ഞാൻ അവളെ വെറുത്തില്ല. അവളെൻ്റെ മകളായിട്ട് തന്നെ ചേർത്ത് പിടിച്ചു. പിന്നീട് എനിക്ക് വല്ലാതെ സങ്കടവും ദേഷ്യവും വെറുപ്പും ഒക്കെ ആയിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയാലോ. ആ ദേഷ്യമൊക്കെ അവളെന്നെ കൂട്ടുപിടിച്ച് ഞാൻ നിന്നെ തീർത്തു. അവൾക്ക് അറിയില്ലായിരുന്നു, സ്വന്തം അമ്മയാണെന്ന് അവൾക്കറിയാം. പക്ഷേ ഞാൻ അറിഞ്ഞ വിവരം പതിയെ ഞാൻ അവളെ അറിയിച്ചു. അതുകൊണ്ടാണ് ആ വീട് വിട്ടു പോവാൻ അവൾ മടിച്ചത്. ഈ കുടുംബം തകർന്നത് നീ ഇതറിയുന്ന നാൾ ഞാൻ നിന്റെ ഭർത്താവാവില്ലെന്നും നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും വേർപിരിയുമെന്ന് നിന്റെ ആങ്ങളമാരെ ഏട്ടന്മാരെ ഞാൻ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു. എനിക്ക് തുടരാൻ കഴിയില്ലെന്ന്. പക്ഷേ ഇനി പറ വൈജയ്, ഞാനാണോ തെറ്റുകാരൻ? നിന്റെ മനസ്സിൽ എനിക്കാണോ ശിക്ഷ വിധിക്കേണ്ടത്? ആ സമയത്ത് വൈജ തലക്ക് കൈക്കൊടുത്ത് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ഗംഗാധരമേനോനും ശിവനും രാജീവനും ആ റൂമിലേക്ക് കയറി വരുന്നുണ്ട്. ശിവേട്ടാ, ഗംഗേട്ട, ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? നിങ്ങൾ എന്നെ എല്ലാവരും കൂടെ ചേർന്ന് ചതിക്കുമായിരുന്നോ? മോളെ, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ? നിന്റെ ജീവിതം സുരക്ഷിതമാക്കാനാ ഞങ്ങൾ നോക്കിയത്. നിങ്ങളെല്ലാവരും കൂടെ എന്നെ ചതിച്ചു. എൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരിക്കലും ഈ ബാലചന്ദ്രനെ ഞാൻ ചതിക്കില്ലായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു വിഷമവും ഇതൊക്കെയായിരുന്നു എൻ്റെ ഉള്ളിൽ ഇത്രയും കാലം. കുറ്റബോധം കൊണ്ട് നീറായിരുന്നു ഓരോ നിമിഷവും. അതിൻ്റെ മുമ്പിൽ അഹങ്കാരിയായിട്ട് ഞാൻ അണിഞ്ഞ് ഞാൻ എല്ലാവർക്കും മുമ്പിൽ അങ്ങനെ വാശിക്കാരിയൊക്കെ ആയി മാറിയത്. അതേ ഒരൊറ്റ കാര്യം കൊണ്ടാണ് എന്നെ ചതിച്ചു. പുരുഷന്മാരെ ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നതായിരുന്നു അന്ന് ലാലിച്ചനെയും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കാണും, അല്ലാതെ ഒരിക്കലും അദ്ദേഹം തന്നെ വിട്ടുപോവില്ല എന്ന് പറഞ്ഞ് ആകെ അലറി വിളിക്കാൻ കേട്ടോ. ഒടുവിൽ ബാലചന്ദ്രനോട് താൻ ചെയ്തതിനൊക്കെ മാപ്പ് പറയാൻ തീരുമാനിക്കുന്നുണ്ട് വൈജ. ബാലചന്ദ്രൻ്റെ അസുഖങ്ങളെല്ലാം ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിലേക്ക് തന്നെ തിരികെ വരികയാണ്. അങ്ങനെ വീട്ടിലേക്ക് എത്തിയ ബാലചന്ദ്രനോട് വൈജ തൻ്റെ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞ് മാപ്പ് പറയുന്നുണ്ട്. താൻ ഇങ്ങനൊരു തെറ്റ് ചെയ്തത് എന്നെനിക്കറിയാം. പക്ഷേ ആ കുറ്റബോധത്തിൽ ഓരോ നിമിഷവും നീറിക്കൊണ്ടാണ് ഞാൻ ജീവിച്ചത്. എന്നോട് ക്ഷമിക്കണം. എന്നാൽ ബാലചന്ദ്രന് അത് മാത്രം മതിയായിരുന്നു. വൈജയുടെ ഒരു മാപ്പ് പറച്ചിൽ, സത്യസന്ധമായിട്ടുള്ള ഒരു കണ്ണുനീർ, അതിലൂടെ തന്നെ ബാലചന്ദ്രനെ മനസ്സലിയുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വൈജയും ചേർത്ത് പിടിച്ചുകൊണ്ട്, എനിക്ക് ഇത്രയും മതിയായിരുന്നു. നിന്നെ ഒരിക്കലും വെറുക്കാനൊന്നും എനിക്കാവില്ല വൈജയെ. നിന്റെ മകളാ അലീനെന്നറിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം സന്തോഷമാണ് തോന്നിയത്. നമ്മുടെ മോളല്ലേ നീ പ്രസവിച്ചത്, എൻ്റെ കുഞ്ഞിനല്ലേ. അവൾ നമ്മുടെ കൂടെയല്ലേ. ഇത്രയേറെ നന്മയും സ്നേഹമുള്ള ഒരു മകളെ നീ എനിക്ക് തന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വൈജയെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിക്കുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രന് എങ്ങനെയാണ് എന്നോട് ഇങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നത്, പെരുമാറാൻ കഴിയുന്നത്? എനിക്ക് ഒരിക്കലും ഞാൻ വിവാഹത്തിന് ശേഷം ബാലചന്ദ്രനെ ചതിച്ചിട്ടില്ല. അതെനിക്കറിയാം. നിന്നെയാണ് എല്ലാവരും കൂടെ ചതിച്ചത്. നിന്റെ മകളെ ആദ്യം നിന്നിൽ അടർത്തി നീ സ്നേഹിച്ചവനെ എല്ലാവരും കൂടെ ചേർന്ന് അന്ന് കൊന്നു കളയാൻ പ്ലാനിട്ടു. പക്ഷേ നിർഭാഗ്യവശാൽ അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അലീന എൻ്റെ മോളെവിടെ എന്ന് ചങ്കുപൊട്ടി ചോദിക്കുമ്പോൾ അവളുടെ അച്ഛൻ്റെ അരികിലുണ്ട്. നീ അവൾ തിരിച്ചറിഞ്ഞ വിവരമൊന്നും അവൾ അറിഞ്ഞു കാണില്ല. എനിക്ക് സുഖമില്ലാത്ത വിവരം മനു പറഞ്ഞിട്ട് അവളെന്നെ കാണാൻ ഓടി വന്നിരുന്നു. പക്ഷേ മനു തന്നെയാണ് അവൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. എനിക്കെൻ്റെ മോളെ കാണണം. അതെ, നമുക്ക് കാണാം. എൻ്റെ മോളെയും നമ്മുടെ മോളെ നമുക്ക് ഒരുമിച്ച് സ്നേഹിക്കണം. അവൾ എൻ്റെ മോളാണെന്നോ നിൻ്റെ മോളാണെന്നോ വേർതിരിവില്ലാതെ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ സ്നേഹത്തോടെ വൈജിയെ ചേർത്ത് പിടിക്കാട്ടോ. അന്ന് രാത്രി തന്നെ ബാലചന്ദ്രൻ ആണെങ്കിൽ വൈജിയും ആ സ്നേഹിച്ച് കൊതി തീരാതെ ബാലചന്ദ്രൻ ഈ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോവാണ്. മരണത്തോട് മല്ലടിക്കാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ ഒടുവിൽ മരിക്കാട്ടോ. മരിക്കുന്നതിന് മുമ്പേ ആയിട്ടാണ് വൈജയ് ഈ സത്യം അറിയിക്കുന്നുള്ളൂ.